ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മദ്യനയ അഴിമതി കേസിൽ ഇ.ഡി. അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയുള്ള അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് കെജ്രിവാളിന്റെ വാദം. അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ അടയ്ക്കാനാണ് നീക്കമെന്നും കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം കോടതിയെ അറിയിച്ചു. 500 പേജുള്ള ഹർജിയുടെ പകർപ്പ് ഇന്നലെയാണ് ലഭിച്ചതെന്നും മറുപടി നൽകാൻ സമയം വേണമെന്നും ഇ.ഡി. ആവശ്യപ്പെട്ടു. അതേസമയം കെജ്രിവാൾ ജയിലിൽ നിന്ന് അയച്ച സന്ദേശവുമായി ഭാര്യ സുനിത കെജ്രിവാൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും കണ്ടെടുത്തിട്ടില്ല എന്ന് സുനിത പറഞ്ഞു. അഴിമതിയിലൂടെ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെ പോയെന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് അയച്ച കത്തിൽ ചോദിക്കുന്നു. इस सो कॉल्ड शराब घोटाले की जांच में ईडी ने पिछले 2 साल में 250 से ज्यादा रेड मार ली. वो इस सो कॉल्ड शराब घोटाले का पैसा ढूंढ रहे हैं. अभी तक किसी भी रेड में एक पैसा नहीं मिला. मनीष जी के यहां रेड मारी, संजय सिंह जी के यहां रेड मारी, सत्येंद्र जैन जी के यहां रेड मारी, एक भी पैसा नहीं मिला. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആർ കെ, കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണോ? ഇ.ഡിക്ക് സമയം അനുവദിക്കും എന്ന് ആമുഖമായി കോടതി സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ ഇടക്കാല ഉത്തരവിനൊന്നും സാധ്യത കാണുന്നില്ലല്ലോ, അല്ലേ? വിജയൻ, ഈ കേജ്രിവാളിന്റെ അഭിഭാഷകർ വാദിക്കുന്നത് ഇത് ആഡ് ഇൻ ഡ്രീം ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ഒരു കേസാണ്. ആഡ് ഇൻ ഡ്രീം എന്നുള്ളത് നോട്ടീസ് പുറപ്പെടുവിക്കാതെ ഒരു വ്യക്തിയുടെ പ്രാഥമിക അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപെടാനുള്ള കോടതിയുടെ മൗലികമായിട്ടുള്ള അവകാശമാണ്. ഈ വ്യവസ്ഥ അനുസരിച്ച് അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ വിട്ടയക്കണം എന്നുള്ളത്, ജാമ്യാപേക്ഷയല്ല വിട്ടയക്കണം എന്നുള്ളത് ആണ് ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നത്. അഭിഷേക് സിംഗ്വിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് ഇ.ഡി. മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ സമൻസ് നൽകി എന്ന ഒരു കാരണം പറഞ്ഞു. 9 തവണ സമൻസ് നൽകി എന്ന ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തോട് നിസ്സഹകരിച്ചു എന്നാണ് ഇ.ഡി. പറയുന്നത്. എന്നാൽ വസ്തുത അങ്ങനെയല്ല. ഇ.ഡി. ചോദിച്ച ചോദ്യം അഥവാ സാങ്കല്പികമായി അവരുണ്ടാക്കിയ ഒരു കഥ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ മറുപടി പറയാൻ തനിക്ക് അറിയുള്ളതല്ല എന്ന മറുപടി നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മറുപടി നൽകിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടി വീണ്ടും ആവർത്തിക്കുന്നു. സാങ്കല്പികമായ കഥയിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തനിക്ക് അറിയില്ല. അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരം നൽകാതെ നിഷേധിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പല ഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മാപ്പ് സാക്ഷികളുടെ മൊഴി എന്നുള്ളതും ഏറെ വിചിത്രമാണ്. തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുടെ പിൻബലമോ ഇല്ലാത്ത ആരോപണങ്ങളാണ്. അതിനുശേഷവും അറസ്റ്റ് ഉണ്ടായി. അറസ്റ്റിന് ശേഷം ജയിലിൽ അടയ്ക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഇ.ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജയിലിൽ അടച്ചാൽ PMLA കേസ് ഇ.ഡിക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട്, തെറ്റായ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് ഒരു താൻ വഹിക്കുന്ന പദവിയോടുള്ള ഒരു അനാദരവ് കൂടിയാണ് ഇ.ഡി ചെയ്യുന്നത്. ഈ ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് ചെയ്തു തീർത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ തന്റെ കർത്തവ്യം പരിപാലിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്റെ പാർട്ടിക്ക് തന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. താൻ പുറത്തു നിൽക്കേണ്ടത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നുകൂടിയാണ് എന്ന് കേജ്രിവാൾ വാദിക്കുന്നു. വാദം അതുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മറുപടി നൽകാൻ സമയം വേണം എന്ന വാദമാണ് ഇതിനകം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനൊരു മറുപടി, ഈ ആഡ് ഇൻ ഡ്രീം ഉത്തരവ് വേണമെന്ന വാദത്തിന്മേലുള്ള മറുപടി അല്പസമയത്തിനകം അഭിഷേക് സിംഗ്വിയുടെ വാദത്തിന് ശേഷം ASP രാജു കോടതിയിൽ പറയും. വിജയ്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. അടിയന്തരമായി പരിഗണിക്കും, പക്ഷേ ഇ.ഡിക്ക് മറുപടി പറയാനുള്ള സാവകാശം നൽകുമെന്ന് കോടതി ആമുഖമായി പറഞ്ഞിരുന്നു. ഇന്നലെയാണ് ഹർജിയുടെ പകർപ്പ് ലഭിച്ചത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചത്. പക്ഷേ അടിയന്തരമായി ഇടപെടൽ നടത്തേണ്ട ഒരു കേസ് ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours.
In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ വരാനിരിക്കെ സംസ്ഥാനത്ത് പോരാട്ടച്ചൂട് കനക്കുകയാണ്. ഒപ്പം നേതാക്കളുടെ വാക്പോരും കടുക്കുന്നുണ്ട്. പ്രധാന പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. വയനാട്ടിൽ മത്സരം താനും രാഹുൽ ഗാന്ധിയും തമ്മിലെന്ന് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. അല്ല, അത് രാഹുൽജിയും ഞാനും തമ്മിൽ തന്നെയാണ് മത്സരിക്കുന്നത്. കാരണം വെച്ചാൽ IND മുന്നണിയുടെ പ്രബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് രാഹുൽജി. LDFനെ സംബന്ധിച്ച് അത്ര ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിലില്ല. കാരണം ആനിരാജ നല്ല വ്യക്തിയാണ്, പക്ഷേ അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് രാഹുൽജിയോട് മാറണം എന്നുള്ളത്. എന്ന് വെച്ചാൽ പരസ്പരം മത്സരിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ശരിയായ ഫൈറ്റ് IND മുന്നണിക്കെതിരായിട്ടാണ്. IND മുന്നണിയുടെ ഒറിജിനൽ കാൻഡിഡേറ്റ് രാഹുൽജി ആണെങ്കിൽ ഉറപ്പായിട്ടും മത്സരം രാഹുൽജിയും ഞാനും തന്നെയാണ്. നിഷ്പക്ഷ വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ്. അഭിമാന പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അഭിമാന പോരാട്ടം തന്നെയാണ്. ഈ പ്രാവശ്യം LDFന്റെ ഒരു നിര, ശക്തമായ ഒരു നിര ഇല്ലെങ്കിൽ അത് കേരളത്തിനെയാണ് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും നിഷ്പക്ഷ വോട്ടുകൾ LDFന് അനുകൂലമാണ് ഇപ്പോൾ തന്നെ. അതിനകത്ത് ഒരു സംശയവുമില്ല. ഞാൻ നോക്കിയിട്ട് 3 പേര് ശക്തമായി, എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ബുദ്ധിയും 3 പേരും ശക്തമായ പോരാട്ടം നടത്തിയാൽ നമുക്ക് വളരെ വളരെ ഈസിയാണ്. EP ജയരാജനുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചു. പൊഴിയൂരിലെ പ്രശ്നം പരിഹരിച്ചതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നും 24 മീറ്റ് ദി കാൻഡിഡേറ്റിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഭാര്യ അങ്ങനെ ഒരു ബിസിനസ് എൻ്റെ ഭാര്യ അവരെ മീറ്റ് ചെയ്തിട്ടില്ല, ആരും മീറ്റ് ചെയ്തില്ല. ഇതൊരു ഇമാജിനേഷൻ അല്ല, ഒരു ബിസിനസ് എഗ്രിമെന്റ്. നോക്കൂ, ഞാനിപ്പോൾ ഒരു മുതലാളിയൊന്നുമല്ല, ഞാനൊരു ഇൻവെസ്റ്ററാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഞാനിപ്പോൾ ടാറ്റയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത, ഗോപി ടാറ്റ ഇലക്ട്രിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത്, ടാറ്റ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓഫീസ് റെൻറ്റ് ചെയ്ത, പിന്നെ ഗോപി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അലയായോ. ഇതിങ്ങനെ ഒരു സ്ട്രെച്ച് ചെയ്യുക, ഹാഫ് ട്രൂത്തുമല്ല, ഒരു 1/10 ട്രൂത്തിൽ ഒരു നല്ല മസാല, നുണേൻ്റെ മസാല മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ചർ ഉണ്ടാക്കി അതിന് സോഷ്യൽ മീഡിയയിലും പ്രസ് കോൺഫറൻസിൽ ചെയ്യാം. അതേസമയം കോൺഗ്രസിന് തിരിച്ചടി നൽകി പാലക്കാട് DCC ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ CPMൽ ചേർന്നതും ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്നായി. ആത്മാർത്ഥതയില്ലാത്തവരാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വമെന്ന് ഷൊർണൂർ വിജയൻ പിന്നീട് പ്രതികരിച്ചു. ജില്ലാ നേതൃത്വം പറഞ്ഞ പൊതുവെ വിയോജിപ്പെന്ന് പറഞ്ഞാൽ ജില്ലാ നേതൃത്വം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആരോടൊരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനമെന്ന് എപ്പോഴും എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുക, ചില ആശ്രിത വത്സലരെ, ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. ആ നേതാക്കളെ അവരെ കാലി തിരുമ്മി നടക്കുന്ന കുറേ ആളുകൾക്ക് ആവശ്യത്തിലധികമായിട്ടുള്ള അനർഹർക്കും പ്രമോഷൻ കൊടുക്കുന്ന ഒരു രീതി, ഞങ്ങൾ തീരുമാനിക്കുന്ന എന്താണോ അതാണ് ശരിയെന്ന് പറയുന്ന നേതൃത്വത്തിൻ്റെ ശൈലിയോട് വ്യക്തമായ വിയോജിപ്പ് കുറച്ച് കാലങ്ങളായി തുടരുന്ന ഒരാളാണ് ഞാൻ. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിൽ പൊട്ടിത്തെറി. ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ NCP ശരത് പവാർ വിഭാഗത്തിൻ്റെതാണ് പ്രതിഷേധം. മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും NCP ആണ് ഇവിടെ മത്സരിച്ചത്. അതേസമയം മഹാവികാസ് അഘാടി സഖ്യത്തിന് തിരിച്ചടിയായി വഞ്ചിത് ബഹുജൻ അഘാടി നേതാവ് പ്രകാശ് അംബേദ്കർ 9 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, മഹാവികാസ് അഘാഡിയിൽ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധിയിലാകുന്നു. സീറ്റ് വിഭജനം ഇപ്പോഴും ഇങ്ങനെ തർക്കത്തിൽ നിൽക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, വളരെ കാലമായി ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു. പക്ഷേ നീണ്ട കാലത്തെ ചർച്ചകൾക്കൊടുവിലും വലിയ പരിക്കുകളില്ലാതെ, തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ ഇപ്പോൾ മഹാവികാസ് അഘാടി സഖ്യത്തിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാംഗ്ലിയിൽ നോക്കൂ, സാംഗ്ലിയിൽ കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന അവരുടെ ഒരു ശക്തി കേന്ദ്രമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവിടെ BJP ആണ് വിജയിച്ചത്. 2009 അവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അത്തരമൊരു മണ്ഡലത്തിൽ സീറ്റ് ചർച്ച പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവിടെ ചന്ദ്രഹാർ പാട്ടീലിനെ ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം ഗുസ്തി താരമാണ്. ഈ അടുത്താണ് ശിവസേനയിൽ ചേർന്നത്.
സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായതിനു മുമ്പ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതിൽ കോൺഗ്രസ് കടുത്ത എതിർത്തിലായിരുന്നു. മഹാവികാസ് അഘാടി സഖ്യ ചർച്ചകളിൽ നിന്നൊക്കെ അവർ ഏറ്റവും ഒടുവിൽ വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവിടെ ഉദ്ധവ് ഉറച്ചു തന്നെയാണ്. സാംഗ്ലിയിൽ അദ്ദേഹത്തിൻ്റെ പേരും ഈ ഇന്ന് പ്രഖ്യാപിച്ച 17 അംഗ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. പിന്നീട് മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ അമോൽ കീർത്തിക്കർ, അവിടെ സഞ്ജയ് നിരുപം, മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, സഞ്ജയ് നിരുപം മത്സരിക്കാറുള്ള മണ്ഡലമാണ്. അവിടെ അദ്ദേഹം സീറ്റ് പ്രതീക്ഷിതമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമീപകാലത്ത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് മറികടന്ന് അവിടെ ശിവസേന തന്നെ മത്സരിക്കാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല NCPക്ക് കൂടി ഈ സീറ്റ് ചർച്ചയിൽ ഒരു തർക്കം ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടാവുന്നു. ഇന്നത്തെ പട്ടികയിൽ ഈ മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ സഞ്ജയ് ദീന പാട്ടീലിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് NCPയുടെ പ്രതിഷേധം. NCP പറയുന്നത് NCP മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയും സഞ്ജയ് ദീന പാട്ടീൽ തന്നെയായിരുന്നു NCPയുടെയും സ്ഥാനാർത്ഥി. 2019 തോൽവിക്ക് പിന്നാലെയാണ് അദ്ദേഹം ശിവസേനയിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ശിവസേന സീറ്റും നൽകുന്നു. പക്ഷേ അദ്ദേഹത്തിനുള്ള സീറ്റ് അല്ലാതെ അത് NCPക്ക് കിട്ടേണ്ടതാണ് എന്നാണ് പ്രവർത്തകരുടെ ഒരു വികാരം. അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ NCPയുടെ മുംബൈയിലെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധം നടന്നു. ഇനി വഞ്ചിത് ബഹുജൻ അഘാടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവരെ ഒപ്പം നിർത്തുക എന്നത് മുന്നണിക്ക് പ്രധാനമായിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഭജിക്കാൻ അവരുടെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞിരുന്നു. അവർ ഒപ്പം നിൽക്കാതിരുന്നതോടുകൂടി തന്നെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ തോൽവിക്ക് അവർ ഭിന്നിപ്പിച്ച വോട്ടുകളാണ് കാരണം. ഇത്തവണ അവരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷേ 4 സീറ്റിൽ കൂടുതൽ നൽകാൻ അവർക്ക് കഴിയില്ല എന്നത് മഹാവികാസ് അഘാടി അവരെ അറിയിച്ചു. ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അങ്ങനെയാണ് 4 സീറ്റല്ല, ചുരുങ്ങിയത് 7 സീറ്റെങ്കിലും വേണമെന്നുള്ള നിലപാടിൽ അവരും ഉറച്ചു നിന്നോടെ ആ സഖ്യ സാധ്യതകൾ മങ്ങുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഉദ്ധവ് വിഭാഗത്തിൻ്റെയും ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ പ്രകാശ് അംബേദ്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നത് കണ്ടറിയേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ സാധ്യതകളൊക്കെ മങ്ങുന്ന സൂചനകളാണ് ഇതോടകം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിജയകുമാർ. യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. മഹാവികാസ് അഘാടി സഖ്യത്തിൽ വലിയ തർക്കം തുടരുകയാണ്. അതിനിടെ വഞ്ചിത് ബഹുജൻ അഘാടി നേതാവ് പ്രകാശ് അംബേദ്കർ 9 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1ാം ഘട്ടത്തിൽ ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. തമിഴ്നാട്ടിൽ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയും ദയാനിധി മാരനും ഉൾപ്പെടെയുള്ളവർ നാമനിർദ്ദേശ പത്രിക നൽകി. കോയമ്പത്തൂരിലാണ് K അണ്ണാമല മത്സരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടു. പ്രതികരണത്തിലേക്ക് ആദ്യം. கோயம்புத்தூருடைய குரல் பாராளுமன்றத்திலே கம்பீரமாக ஒலிக்க வேண்டும் என்று விரும்புகின்றார். அதனால் நிச்சயமாக நாங்கள் இதை செய்வோம். கோயம்புத்தூர் மக்களுக்கு உறுதுணையாக இருப்போம். வளர்ச்சியிலே பங்கெடுப்போம். வளர்ச்சியை வேகப்படுத்துவோம். அவர்களுக்கு இருக்கக்கூடிய பிரச்சனையையும் கூட கலந்து கொடுப்போம் என்று இன்று உறுதியேற்கின்றோம். இந்த முறை 6 சட்டமன்ற தொகுதி நம்முடைய அன்பு சகோதர சகோதரிகள், பெரியோர்கள், தாய்மார்கள் இணைந்து மோடி அவர்களுக்கு அன்பு பரிசாக கோயம்புத்தூர் பாராளுமன்ற தொகுதியை கொடுப்பார்கள் என்கின்ற நம்பிக்கை நமக்கு வந்திருக்கிறது. மக்களுடைய எழுச்சி அதற்கு சாட்சி. And also for the rights of the people who've been suppressed by this BJP government. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ വോട്ട് തേടിയെത്തിയ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞു. ക്യാമ്പസിൽ സംഘർഷം. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും ഏറ്റുമുട്ടി. പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വലിയ സംഘർഷത്തിലേക്ക് പോയിരുന്നോ കാര്യങ്ങൾ? വിജയകുമാർ, കൊല്ലം ചന്ദനത്തോപ്പ് ITIയിലാണ് NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ വോട്ടഭ്യർത്ഥിച്ചെത്തിയപ്പോൾ തന്നെ SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ക്യാമ്പസിനുള്ളിൽ ഉണ്ടായി. തുടർന്ന് SFIയും ABPയും തമ്മിൽ ഈ വിഷയം പരസ്പരം കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് സ്ഥാനാർത്ഥി വിളിച്ചതനുസരിച്ച് സ്ഥലത്തേക്ക് പോലീസ് എത്തിയാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. ഈ സ്ഥലത്ത് നേരത്തെ SFI ABP പ്രശ്നം നിലനിന്നിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. ഈ സ്ഥാനാർത്ഥി ഇതിനുള്ളിൽ വോട്ടഭ്യർത്ഥിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു SFIയുടെ നിലപാട്. നേരത്തെ UDFിന്റെയും LDFിന്റെയും സ്ഥാനാർത്ഥികൾ ഈ സ്ഥലത്തെത്തി വോട്ടഭ്യർത്ഥിച്ചപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം ഈ കൃഷ്ണകുമാർ എത്തിയ സമയത്ത് തുടക്കത്തിൽ തന്നെ ഈ SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ ആ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ നേരിടാൻ സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിലുള്ളവർ ശ്രമിച്ചെങ്കിലും അതിനെ സംയമനം അടക്കം ശ്രമിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അധ്യാപകർ ഇടപെട്ടിട്ടും യാതൊരു തരത്തിലുള്ള ഒരു സമീപനവും ഉണ്ടായില്ല. ഒടുവിലാണ് ഈ സ്ഥലത്ത് സ്ഥാനാർത്ഥി തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയത്. ഈ പോലീസ് എത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങൾ കൈവന്നത്. ഒടുവിൽ സ്ഥാനാർത്ഥി ITIയിൽ വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് മടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
തീർച്ചയായിട്ടും പോലീസ് തക്ക സമയത്ത് വന്നു, നമുക്ക് സുരക്ഷ നൽകിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാൻ, അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല. കാരണം ഇതെല്ലാം പരാജയ ഭീതിയുടേതാണ്. കാരണം ഇന്നലെയാണ്, ഞാൻ വളരെ വൈകി എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെയാണ് നമ്മൾ വന്നതും ഇവിടെ ജനങ്ങൾ തന്ന സ്വീകരണം കണ്ടപ്പോൾ ആ സ്വീകരണത്തിൽ നിന്ന് ഒരു പരാജയ ഭീതി വരുന്നു. ഈ പരാജയ ഭീതിയെ തകർക്കുന്നത് അതായത് ഒരു സംഘർഷത്തിലൂടെയല്ല. കാരണം നമ്മളൊന്നും അങ്ങനെ ഭയന്നോടുന്നവരല്ല, ഭയന്നോടേണ്ട കാര്യവുമില്ല. UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികളൊന്നും അന്നേരം പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ വന്നു, പ്രചരണം നടത്തിയത് മാത്രമല്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാവിലെ 3 സ്ഥാനാർത്ഥികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, കുശലം പറഞ്ഞു. ഈ ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണോ ഈ വിദ്യാർത്ഥികൾക്ക്? പക്ഷെ ഇതിൽ ആരാണ് ഇളക്കി വിടുന്നതെന്നറിയില്ല. കാരണം പരാജയ ഭീതി വരുമ്പോഴത്തേക്ക് ഇതിന്റെ പിന്നിൽ നിന്ന് ആരോ ഈ പിള്ളേരെ ഇളക്കി വിടുകയാണ്. ഈ കൊച്ചുകുട്ടികൾ മനസ്സിലാക്കുന്നില്ല, ഇവരത് തിരിച്ചറിയണം. ഇവരുടെ ഭാവിയാണ് നശിക്കുന്നത്. ഈ നശിക്കാൻ പാടില്ല. കാരണം നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ അതേപടി കേരളത്തിൽ കൊല്ലത്തും നടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ഈ വിദ്യാർത്ഥികൾ അയക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം, അവരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത്. മാത്രമല്ല മാതാപിതാക്കൾ വളരെയധികം കഷ്ടതയും യാതന അനുഭവിച്ചു. നല്ല സമീപനം അല്ലല്ലോ. കാരണം പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇവിടേക്ക് വന്നത്. ആ ഘട്ടത്തിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ശരിയാണ്. അല്ല, അതാണ് പറഞ്ഞത്, ഭയപ്പെടുത്തി അയക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കണ്ടിട്ടാണ് വന്നത്. 55 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ ഭൂമിയിൽ. ഞാൻ ഇതേപോലെ കോളേജിൽ MA വരെ പഠിച്ചത്. ഇതിനും വലിയ സംഘർഷം കണ്ടിട്ടുണ്ട്. അന്ന് പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഇന്ന് പേടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം, ഇവിടെ BJPക്ക് ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത മുന്നിൽ കണ്ടപ്പോൾ ഇത്തരം അക്രമം അഴിച്ചുവിടുക, ഇത് തടയേണ്ടത് കേരള സർക്കാരാണ്. ശ്രീ പിണറായി വിജയൻ ഇത് ശ്രദ്ധിക്കണം. വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ അത് പോലീസും അതുപോലെ തന്നെ അധ്യാപകരും അടക്കം ഇടപെട്ടുകൊണ്ട് ആ സംയമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നതാണ്. സ്ഥാനാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഒരു തരത്തിലും നേരത്തെ ഈ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി എത്തുന്നതിന് തൊട്ട് മുമ്പ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി എത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത്. എന്തായാലും വിഷയം ഇലക്ഷൻ കമ്മീഷനടക്കം ശ്രദ്ധയിൽപ്പെടുത്താനാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തീരുമാനവും. ജി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ അവിടെ തടഞ്ഞു. ക്യാമ്പസിൽ സംഘർഷമുണ്ടായി. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും അവിടെ ഏറ്റുമുട്ടി. പോലീസ് പിന്നീട് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തു നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.